സോ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ദ ജുറാസിക് ക്രാഷ് ആയിട്ട് കളിക്കുന്നത്. അപ്പോൾ കുറേ കാലമായി ഞാൻ പറയുന്നത് കർണോടോറസുമായി വരും, എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കർണോടോറസുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അലോസോറസുമായുള്ള ഒരു മഹായുദ്ധം നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തടുക്കണം. ഇന്ന് ഇവൻ്റെ വിളയാടലാണ് മോനെ. വീഡിയോ ഇടാൻ കുറച്ചൊന്ന് വൈകിപ്പോയി, അതൊന്ന് ക്ഷമിക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി അവനെയും തപ്പിയുള്ള നടത്തമാണ് മോനെ. ഇവന് വേറെ പോയി ശേഷം വെള്ളം കുടിക്കണം. കുടിച്ചോ മോൻ, എത്ര മണിയും കുടിച്ചോ. ഇന്ന് അവനുമായിട്ടൊരു ഫൈറ്റ് എടുക്കാനുള്ളതാ. എന്തായാലും കാർണോടോറസിൻ്റെ ഒരു 2 എപ്പിസോഡെങ്കിലും മിനിമം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ എല്ലാവരും കാണണം. വ്യൂവേഴ്സ് കുറഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ ഒരു അപേക്ഷയാണ്. ആരോ വരുന്നുണ്ടല്ലോ. ആരാ? ബസ് എന്താ? ആരെന്താ? നമ്മൾ തമ്മിലൊരു ഇപ്പൊന്നുമില്ല. അമ്മോ, ടീറക്സോ? ടീറക്സ് ആയിട്ടുന്ന ഒരു യുദ്ധത്തിന് ഞാനില്ല. അതിനൊന്നും നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ തൽക്കാലം അലോസോറസിനെ കണ്ടാൽ ഒരു ഫൈറ്റ് കണ്ടതാ ഒരു ഫൈറ്റ് എടുത്തേ പറ്റൂ. അവനുമായിട്ട് എന്തായാലും ഒരു ഫൈറ്റ് എടുക്കണമെന്നും ഞാൻ തീരുമാനിച്ചതാ. എത്ര പ്രാവശ്യം നമ്മൾ ഡിലോഫസോറസായി അന്നേരം അലോസോറസ് നമ്മളെ വെട്ടിയത്. എന്തായാലും ഇപ്രാവശ്യം അവനെ കൊന്നിരിക്കും ഞാൻ. എന്തായാലും ആടെ 2 ഫൈറ്റ് നടക്കുന്നുണ്ട്. അലോസോറസിനെ അവൻ വെട്ടിയോ അതോ ഞാൻ വെട്ടണോ? ചിലപ്പോൾ അലോസോറസ് അവനെ വെട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് എടുക്കാം അവനുമായിട്ട്. നമുക്ക് 2 ഫുഡ് കിട്ടുകയും ചെയ്യും. എന്തായാലും അതൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേട്ടിക്ക് എന്ന് വിചാരിക്കുന്നു ഞാൻ. കേട്ടിക്കില്ലെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ അവിടെ എന്തായി? അടി കഴിഞ്ഞോ? മെല്ലെ പോണോ? അതാണ് എനിക്കൊരു സംശയം. അവനുമായിട്ട് ഫൈറ്റ് എടുക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും വീഡിയോ തുടങ്ങിയ പാടെ അവനെ കണ്ടുമുട്ടിയത് നന്നായി. ഇനി അവനുമായിട്ടുള്ള ഫൈറ്റാണ്. കാണാൻ കാത്തിരുന്ന ഫൈറ്റ്. ഇവനെ ഞാനിന്ന് കൊല്ലുവടാ. കൊല്ല് ഇടിച്ച് കൊല്ലു. എൻ്റെ 2 കൊമ്പില്ലേ മുന്നിലുള്ള, അതാണ് ഈ പശുവിൻ്റെ പാത്രം. അതാണ് കൊന്ന്. കുറേ കാലത്തിന് ശേഷം അവനെ ഞാൻ വെട്ടി. എന്താടാ നീ വിചാരിച്ചത്? നിന്നെ തന്നെ കൊന്ന് നിൻ്റെ ഇറച്ചി തന്നെ ഞാൻ തിന്നോടാ. നമ്മളെയാണോ വെല്ലുവിളിക്കാൻ വേണ്ടത്? ഇപ്പോൾ കാർണോടോറസായി വന്നതുകൊണ്ട് ഇവനെയൊക്കെ കൊല്ലാൻ പറ്റി. ഇതാരാടി ഇത്? ഇവനെ ഞാൻ എവിടെയോ കണ്ടിക്കല്ലോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. എനിക്കത്ര വലിയ പിടിയില്ല. നമ്മൾ പറക്കുന്നൊരു പക്ഷിയായിട്ട് നമ്മൾ ഗെയിമിൽ വന്നീനു. അത് അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് എന്തായാലും അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതൊരു ചെറിയ പക്ഷിയായിട്ടായിരുന്നു വന്നത്. അതായത് പക്ഷി എന്ന് പറയുന്നത് ആ ദിനോസറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. പോരാത്തതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു എന്തെന്ന് പൈറ്റിയോ ഡ്രാഗൻ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ അത് അച്ചങ്ങയില്ലേ, ഒരു വേർഷനായിട്ടാണ് ഇനി ഞാൻ വരാൻ പോകുന്നത്. അതാ പറക്കുന്നത് മുതലുമായിട്ടാണ് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരാൻ പോകുന്നത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര തന്നെ ഞാൻ പറയുന്നുള്ളൂ. ഇവനെയും കൂടെ അങ്ങ് തിന്നല. എന്തായാലും ഇവനെ മാത്രം അവിടെ ബാക്കി വെക്കുന്നത് ശരിയല്ലല്ലോ. എന്തായാലും ഒരു കടിയോനും കൊടുക്കാം. ഓക്കെ, നമ്മളുടെ പരിപാടി നമ്മൾ ആരെ ടെറിട്ടറിയിലാണ് ഉള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം ഇവിടെ അധികം നിൽക്കണോ തീരുമാനിക്കുക. നമ്മളിപ്പോൾ സ്പൈനോസോറസിൻ്റെ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. നമ്മൾ എന്തായാലും കർണോടോറസിൻ്റെ ഏരിയയിലേക്ക് തന്നെ തിരിച്ചു പോകണമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. കുറേ നടക്കാനുണ്ട്. എന്നിട്ടാണ് അവിടെ എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അതിനിടയിൽ എവിടെയെങ്കിലും വെച്ചൊരു അലോസോറസിനെ കണ്ടാൽ
നമ്മളൊരു ഫൈറ്റും എടുക്കുന്നതാണ്. അലോസോറസ് നമ്മളെ പൊതുശത്രു, അതുകൊണ്ട് എന്തായാലും ഓനെ വിട്ടുകൊടുക്കുന്നതല്ല. അവൻ അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ അല്ലേ? എന്തു പറയുന്നു? എന്തെങ്കിലും ആട്ടെ. അവിടെ അവിടെ ആരാ ആരാത്? അലോസോറസ് വാടാ. ഞാൻ നിന്നെയായിരുന്നു കാത്തു നിന്നത്. എന്താടാ കിടന്ന് കാർന്നേ? കുത്തിയുണ്ടല്ലോ ഞാൻ. എൻ്റെ ബൈറ്റ് ഫോഴ്സ് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ കടിച്ച്. കുരുക്ക് കടിച്ച്. കടിച്ച്. ഇടിച്ചു. എൻ്റെ കുടല് മാല ഞാൻ പുറത്തെടുത്ത്. എനിക്ക് എന്നാ ശരിക്കും അറിഞ്ഞൂടാ മോനെ. കുത്തിയുണ്ടല്ലോ. പോത്തിൻ്റെ കൊമ്പ അല്ല, സോറി, മറ്റേ ആനേൻ്റെ കൊമ്പ. ഈ കാർണോടോറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചത്തേനെ കടിച്ചില്ല. കൊന്ന്. കാർണോടോറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റൂ. ശ്രദ്ധിച്ചൊന്നോ, കാറണ്ട തിന്നാനാ പറഞ്ഞത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ കാണാം, മുന്നിൽ ഒരു ചെവി പോലത്തെ സാധനം. സത്യം പറഞ്ഞാൽ അതൊരു ചെവിയല്ല, അതാണ് നമ്മുടെ ആയുധം. ആ കൊമ്പുകൾ വെച്ചാണ് നമ്മൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവനെ തിന്ന് കഴിയട്ടെ, അതൊക്കെ മതി. നമ്മൾ അലോസോറസിന് ഇങ്ങനെ എല്ലാവരെയും കൊല്ലാൻ നിന്നാൽ പിന്നെ കൊല്ലാനേ നേരം ഉണ്ടാവും. ലൈഫ് ലേശം കുറവുണ്ട്, അതൊന്ന് റെഡിയാക്കണം. അതങ്ങ് കൂടും, അത് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഒരു വെട്ടിലാക്കണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവനെ ഒന്ന് തട്ടിയെന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ ടെറിട്ടറിയിലേക്ക് പോവുകയാണ്. ഇവിടെ അധികം നിന്നാൽ ശരിയാവില്ല. ഒരു പശുവിൻ്റെ കുട്ടി കരയുന്ന പോലത്തെ സൗണ്ടില്ലേ, നമ്മളെ മറ്റേ മൂരിയും കുട്ടനൊക്കെ കരയുന്ന പോലത്തെ. എന്താണ് ഇത്? എന്തൊക്കെ ഈ മാപ്പിൽ നടക്കുന്നത്? അങ്ങനെ തപ്പി എവിടെയെങ്കിലും എത്തിയോ? ആരെയും കാണുന്നുമില്ലല്ലോ. സാധാരണ ഇവിടെ ഇതാരുടെ ടെറിട്ടറിയാ? അയ്യേ, പക്ഷി ദിനോസറിൻ്റെ ടെറിട്ടറിയാണെന്ന് തോന്നുന്നു. ആ പറക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെ. ഇവനൊന്നും പ്രശ്നമല്ല. ഇവനൊക്കെ പാവങ്ങളാണ്, ജീവിച്ച് പൊക്കോട്ടെ. ഇവനൊന്നും തിരിച്ചാക്രമിക്കൂല. ഇവനൊക്കെ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. കണ്ടോ, അവൻ കണ്ടപാടെ പേടിച്ചു പോയി, പാവം. ഒന്നും ചെയ്യില്ലടാ, വിട്ട ഒന്നും ചെയ്യില്ല, ഒന്നും ആക്കൂല. വിശന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ, അല്ലാണ്ട് വെറുതെ ഞാൻ ആരെയും പിടിച്ച് കൊല്ലലൊന്നുമില്ല. ആ പരിപാടി നമുക്കില്ല. ആടെ അപ്പുറത്തെ കരയിൽ ആരോ ആയിട്ട് ഫൈറ്റ് നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. പിന്നെ കാർണോടോറസിൻ്റെ പ്രധാന എതിരാളിയായിട്ടുള്ളൊരു ദിനോസറും കൂടെ ഉണ്ട്. അതിൻ്റെ ലേശം വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് പോവാം. എന്തായാലും വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാം. ഈ അലറുന്ന എന്താന്ന് വെച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. സിസ്റ്റത്തിൽ വെള്ളം കുടിക്കേണ്ട ഇതിലാണ് ഞാൻ ഹോൾഡ് ചെയ്തത്. എന്നാൽ അവിടെ ഓണായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ആണ്. ഇവനാ പ്രശ്നം ഉണ്ടാക്കിയത്. അയ്യേ, ഞാൻ വിചാരിച്ചു മറ്റേ ഇവനായിരിക്കുന്നത്. ഇവനെ കൊന്നാൽ $100 കിട്ടും എന്നാണ് പറയുന്നത്. എന്താ അവസ്ഥ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവനെ കൊന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാന എതിരാളി ഇവനാ. ഇവനുമായിട്ടാണ് നമ്മൾ ഫൈറ്റ് എടുക്കേണ്ടത്. ഇവൻ നമ്മളെ പ്രധാന എതിരാളിയാണ്. ഇതാണ് കാർണോടോറസിൻ്റെ യഥാർത്ഥ ശത്രു. ഇതാണ്ടാ മുഖം നോക്കേ. എന്താടാ മുട്ടി നോക്കുന്നോ? ഞാൻ അല്ലേ തന്നെ ഇപ്പോൾ പെശക. ഓടുകയൊന്നും വേണ്ട, അവനെ കണ്ടിട്ട് എന്തിനാ ഓടുന്നത്? അയ്യോ, എന്തായാലും ഇപ്പോൾ നമ്മൾ അവൻ്റെ ടെറിട്ടറിയിലാണ് ഉള്ളത്. ഉടനെ തന്നെ നമ്മൾ അപ്പുറത്ത് കടന്നില്ലെങ്കിൽ കഞ്ഞിയിൽ ചിലപ്പോൾ അവൻ മണ്ണ് വാരിയിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ അപ്പുറം കടക്കുന്നതാണ് നല്ലത്. ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന ദിനോസറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ സ്പൈനോസോറസുമായിട്ട് ഒരു വീഡിയോയിൽ വരുന്നതാണ്. അതിൻ്റെ മുന്നേ എനിക്കൊരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ടീറക്സ്, അതായത് കാട്ടിലെ രാജാവായിട്ട് ഒരു പ്രാവശ്യം വരണം എന്നാണ്.
എന്തായാലും അത് നടക്കുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നമുക്കിതൊക്കെ മതിയല്ലോ. നമ്മൾ ആശിച്ചവൻ ആകാശത്തുനിന്ന് ആനേനെയും കിട്ടിയെന്ന് പറഞ്ഞ പോലെ തൽക്കാലം നമുക്കിതെല്ലാം മതി തൃപ്തിപ്പെടാൻ. അവിടെ കർണോടോറസും സ്പൈനോസോറസുമായുള്ള ഫൈറ്റാണ്. നമുക്കൊന്ന് പോയി കണ്ടു കളയാം. എന്തായാലും ഒരു അടിയെല്ലാം നമ്മൾ നടത്താത്തതല്ലേ, അപ്പോൾ വേറെ ആൾക്കാർ നടത്തുന്നേരം ഏതാ വിഷ്വലൊക്കെ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ അടിച്ചിട്ട് ഇല്ലേ, എന്ത് പറയുന്നു. ഓലെ മേലെ ഫൈറ്റ് നടക്കട്ടെ. സ്പൈനോ അല്ല കേട്ടോ, സ്പൈനോസോറസ് അല്ല. ഞാൻ ദൂരെ കണ്ടൊരു സ്പൈനോ എന്ന് വിചാരിച്ച്. അത് മറ്റേ വേറൊരു മുതലയാണ്. അതിൻ്റെ പേര് തന്നതിനു എന്താ എനിക്ക് അത്ര ഓർമ്മയില്ല. കർണോനെ കൊന്നോ വെള്ളത്തിലിട്ട്? ഇല്ല, നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ല. അതിനെ കൊന്ന്, കർണോടോറസ് അതിനെ കൊന്ന്. അതും ഒരു കർണോടോറസാണ്. അതിൻ്റെ കളർ കണ്ടില്ല നിങ്ങൾ? ഒരു ഓറഞ്ചും വെള്ളയും. ഒരു വൃത്തിയായിട്ട കളർ സൈസ് എടുക്കാൻ അറിഞ്ഞൂടാത്ത ദരിദ്രവാസികൾ. ഒരു ഇത് വേണ്ടേ. എന്തായാലും നമ്മുടെ ടെറിട്ടറി ഇവിടെയാണ്. നമുക്ക് അങ്ങോട്ട് പോയി അവിടെയാണ് നമ്മൾ ഭരണം നടത്തേണ്ടത്. ഇങ്ങോട്ട് മറ്റൊന്നിനെ അടുപ്പിക്കാതെ നമ്മൾ ഈ ടെറിട്ടറി സൂക്ഷിക്കണം. പോരാത്തതിന് എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ നോക്കട്ടെ, ഉറപ്പൊന്നും പറയുന്നില്ല. ടീറക്സുമായിട്ടൊരു ഫൈറ്റ് എടുക്കണമെന്നുണ്ട്. അലോസോറസിന് എടുത്ത പോലെ തന്നെ ടീറക്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നത് എനിക്ക് അത്ര ഉറപ്പില്ല, നമ്മൾ ജയിക്കുമോ ഇല്ലയോ എന്നൊന്നും. എന്നാലും ഒരു ഫൈറ്റ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കാം. അവിടെ ഒരു കർണോടോറസ് നിൽക്കുന്നുണ്ട്. നമ്മളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആക്രമിക്കാനാണെങ്കിൽ മോനെ എനിക്ക് എൻ്റെ സ്വഭാവം തീരും അറിഞ്ഞൂടാത്തയാ. ഞാൻ മഹാപെശക. എന്താടാ മുട്ടി നോക്കുന്നോ? ഇല്ല, ഇവനെല്ലാം നമ്മളെ ദോസ്താന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഇറ്റയുടെ സ്വഭാവം അങ്ങ് മാറും. പെട്ടെന്ന് വന്ന് അങ്ങ് അടിച്ചുകൂടും. അതെനിക്ക് തീരും പിടിക്കുകയില്ല. മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഐലൻഡ് കാണുന്നില്ല, നമ്മളൊരു സിഗ്നലിലുള്ള ഈ ഒരു ഏറോ മാർക്കുള്ള ഈ ഒരു ഐലൻഡ് മൊത്തം കർണോടോറസിൻ്റെ ഏരിയ ആണ്. അതായത് ഈ ഒരു സ്ഥലം മൊത്തം നമ്മുടെ ഏരിയ ആണ്. ഇവിടെ മൊത്തം ഭരണം നടത്തുന്നത് നമ്മളാണ്. അപ്പോൾ ആദ്യം തന്നെ കുറേ ഫൈറ്റ് സീനും അതും ഇതൊക്കെ കൊണ്ട് നമ്മളെന്തായാലും അടിപൊളിയാക്കി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക. എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാരണമൊന്നുമില്ല. എന്തായാലും ലൈക്ക് അടിച്ചേക്കുക. ഇടയ്ക്കിടയ്ക്കെന്നല്ലേ, വെറുതെ ഒന്ന് പോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് ഓക്കെ, ഗുഡ് ബൈ.